ത്വഹാറത്തു, വൃത്തി എന്ന് പറയുന്നത് നമ്മളുടെ ശരീരം. ഇപ്പം നമ്മളുടെ ശരീരത്തിൻ്റെ നമുക്ക് വെള്ളിയാഴ്ച നമ്മളെ നഖങ്ങൾ ഒക്കെ നമ്മളെല്ലാവരും ഇപ്പോൾ മുഅ്മിനായ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ മുഅ്മിനായിട്ട് വെള്ളിയാഴ്ചയൊക്കെ പള്ളിയിൽ പോയി കുത്തിറക്കുമ്പോൾ എടുത്തിരിക്കണോ ചിലപ്പോൾ ഇങ്ങനെ നമ്മളെ വിരൽ ഓന് വേറൊന്നും നോക്കാണ്ടോ നമ്മളെ വിരൽ നോക്കിയിട്ട് നിസ്കാരം കയ്യിൽ ചോദിച്ചു ഇജ്ജ് മുസ്ലിം അല്ലേ, നഖമൊന്നും വെട്ടാതെയാ വന്നിക്കണമെന്ന് ചോദിച്ചാൽ അതിന് ചൊയ്വില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതേപോലെ നമ്മളെ ശരീരഭാഗങ്ങൾ കക്ഷവും ബാക്കിയുള്ള പിന്നെ നമ്മളുടെ അഴകുമ്പ് ഒക്കെ എന്ത് ചെയ്യണം, ഒക്കെ വൃത്തിയാക്കണം. അതിപ്പോൾ നമ്മൾ അസുഖം ബാധിച്ച് കിടക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ളവർ നമുക്ക് വൃത്തിയാക്കി തരും, അല്ലാത്ത സമയത്ത് നമ്മൾ വൃത്തിയാക്കണം. സഹോദരന്മാരും സഹോദരിമാരും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ 14 വയസ്സുള്ള 13 വയസ്സുള്ള 12 വയസ്സുള്ള കുറേ കുട്ടികൾ ഇൻഫെക്ഷനായിട്ട് വരുന്നുണ്ട്. ഇൻഫെക്ഷനായിട്ട് ഒരു ഗൈനക്കോളജിൻ്റെ ക്ലാസ് ആട്ടോ. അപ്പോൾ ഈ ഇൻഫെക്ഷനായി വരാൻ കാരണം, നമ്മൾ ഒരു തുറന്ന ക്ലാസ് ആയതുകൊണ്ട് പറയാം, ഇൻഫെക്ഷനായി വരാൻ കാരണം അവർക്ക് പിന്നെ ചെറിയ പെൺകുട്ടികൾക്ക് അവളുടെ ചന്തി കഴുകുന്നത് അറിയില്ല എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാ വെച്ചാൽ അവർക്ക് അവരുടെ മുൻദ്വാരത്തിലേക്ക് വന്ന് അത് ഇൻഫെക്ഷൻ വന്ന് ആ ഇൻഫെക്ഷൻ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകാത്ത. അപ്പോൾ അതിന് മറ്റൊന്ന് പറയുന്നത് ഈ പാഡ് ഉപയോഗിക്കുന്നതിൻ്റെ ദീർഘത. അതിപ്പോൾ നമ്മൾ ചെറിയ കുട്ടിയാണെങ്കിലും ഒരു 6 മാസമായ കുട്ടിയാണെങ്കിൽ രാവിലെ ഒരു 7 മണിക്കൊരു പാഡാൻ ഇട്ട് കൊടുത്താൽ വൈകുന്നേരം വരെ അത് തൂങ്ങി 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 പരസ്യത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 24 മണിക്കൂർ ലാഭിക്കാൻ നേക്കാരം, അപ്പോൾ അതിന് ഇൻഫെക്ഷൻ വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശാരീരിക ശുദ്ധിയിൽ ഉമ്മമാർ പെൺകുട്ടികളുടേത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ അസ്വസ്ഥതകളും പുരുഷന്മാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ശാരീരികമായ കാര്യങ്ങൾ വെള്ളിയാഴ്ച എല്ലാം നമ്മൾ ഒതുണ്ടാക്കുമ്പോൾ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം എന്നാണ്. അത് അത്രത്തോളം വന്നാൽ നമുക്ക് എനർജി, നമ്മളെ ശ്വാസം എന്ന് പറയുന്നത് വല്ലാത്തൊരു, ഇപ്പോൾ ഒരു വണ്ടിക്ക് നമ്മൾ വണ്ടി ഓട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്രോൾ ഏറ്റ് എയർ കണക്റ്റഡ് ആകുമ്പോഴാണ് വണ്ടി പോകുള്ളൂ. അത്രത്തോളാണ് നമുക്ക് ഈ ശ്വാസം കിട്ടുക. അപ്പോൾ ആ ശ്വാസം നല്ലത് കിട്ടാനാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞ്. എന്നിട്ട് നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പള്ളിയിൽ ഉള്ളി തിന്ന് വരരുത് എന്ന് പറഞ്ഞാൽ നമ്മളാരും ഉള്ളി തിന്നരുത് എന്നല്ല പറഞ്ഞത്. നമ്മൾ ദുർഗന്ധമുണ്ടാക്കുന്ന ഒന്നുമായി വരരുത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ആദമിൻ്റെ പുത്രന്മാർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നത് അള്ളാഹുവിൻ്റെ മലക്കുകൾക്കും അസ്വസ്ഥത ഉണ്ടാക്കുമെന്നാണ്. മറ്റൊന്ന് പറഞ്ഞു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്ഥിരമായി മൂത്രഗന്ധമുള്ള വീട്ടിൽ റഹ്മത്തിൻ്റെ മലക്ക് പ്രവേശിക്കുകയില്ല. അപ്പോൾ നമ്മളുടെ വീടിൻ്റെ അകത്തളത്തിലാണ് ഇന്ന് എന്ത് ചെയ്യണത്, എല്ലാ ടോയ്ലറ്റും. അപ്പോൾ ഈ ടോയ്ലറ്റ് അങ്ങനെയല്ല കേട്ടോ, ടോയ്ലറ്റ് ഇപ്പം നമ്മളതാണെങ്കിലും നമ്മളതാണെങ്കിലും ടോയ്ലറ്റ് കേൾക്കേണ്ടത് പെണ്ണുങ്ങളാണ് എന്നുള്ളൊരു എന്തോ ആരോ എഴുതിയേക്കാത്ത ഒരു ധാരണ. ഇപ്പം ഞാൻ പറയുമ്പോൾ ഞാൻ എല്ലാവരും കൂടി ചീത്ത അറിയരുത്, ഇടയ്ക്കേ ഞാൻ കൈകളുള്ളൂ, എന്നൊന്നും കേൾക്കൂല. അതായത് വൃത്തികേടുണ്ട് എന്ന് പറഞ്ഞാൽ നബീസ എന്താ ഇതിങ്ങനെ കറക്കണേ എന്ന് ചോദിച്ചാൽ അല്ലോല എൻ്റെ ബാധ്യത, കണ്ടാൽ ഞാനത് കഴുകണം. കാരണം ഈ നമ്മളെല്ലാവരും ഉപയോഗിച്ച ടോയ്ലറ്റാണ്. അത് കഴുകാൻ നബീസും ഖദീജും മാത്രമല്ല, ഞമ്മക്കും ഇടക്കൊന്ന്. അതെന്തുകൊണ്ടറിയോ, അത് മലക്കുമായി ബന്ധപ്പെട്ടതാണ്. നമ്മളുടെ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞമ്മക്ക് മണം ഉണ്ടാവില്ല. വേറൊരാൾ വരിക നമ്മളെ പെരയിൽ, എന്നിട്ട് അയാൾ പറയും എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ പോയാണ്, ഞാനും പെണ്ണുങ്ങളും സർവീസ് സെൻ്റർക്ക് പോകണമാര് നിൽക്കിട്ടോ, ഇയാളാണ് ഈ മൂത്രം മുട്ടിയിട്ടേക്കാണ് നിൽക്കണേ, നിൽക്കിട്ടോ പറഞ്ഞ് പിന്നെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അയാൾ പറയും വറ്റിപ്പോയി. അപ്പോൾ എന്താ പറയുക, നമ്മളെ പേടി അയാൾ പോയി എങ്ങനെയാണ്ട് ബോധം കെട്ടാലോ എന്ന്. അയാളെ മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, മലക്കിനെ കൂടി ശ്രദ്ധിക്കണമെന്നാണ്. അപ്പോൾ ദുർഗന്ധ, നീ നിന്റെ വസ്ത്രം ശുദ്ധീകരിക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. ശുദ്ധിയുള്ളവൻ ആരാണ്? ശുദ്ധിയുള്ളവൻ ആരാണ് എന്ന് ചോദിച്ചാൽ 2 ശുദ്ധി ഉണ്ട്. ഒന്ന് മനഃശുദ്ധി, ഒന്ന് ശരീരശുദ്ധി. ഒന്ന് മനഃശുദ്ധി, ഒരു ശരീരശുദ്ധി. ഇപ്പോൾ അടുത്തിടെ ഒരു രാഷ്ട്രീയ നേതാവ്, യുവ നേതാവാണ്. അപ്പോൾ മൂപ്പരോട് ഞാൻ സംസാരം മധ്യേ പറഞ്ഞു, നിങ്ങൾക്ക് ഈ കള്ളിക്കുപ്പായൊക്കെ, നിങ്ങൾ വലിയ നേതാവല്ലേ, കള്ളിക്കുപ്പായൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ബലം പിടിച്ച വെള്ളക്കുപ്പായം വെള്ളത്തുണി ആക്കിക്കൂടെ? മൂപ്പരൊരു അങ്ങനെയുള്ളൊരു ഒറ്റൊന്നിനും ആൾക്കാർക്ക് വിശ്വാസമല്ല. ചെല്ലുമ്പോൾ തന്നെ പറയും അവൻ കള്ളനാ, അറിയാലോ അവൻ കള്ളനാണ്. കാരണം എന്താ വെച്ചാൽ വെള്ളക്കുപ്പായം വെള്ളത്തുണി എടുത്തോ ഒരു കട്ടുകൊണ്ട് നടന്നിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വെളുപ്പിച്ചാൽ നടക്കുകയാണെന്നൊരു പൊതുധാരണ ഉള്ളത്. അത് പൊതുധാരണ ചിലപ്പോൾ ആ നാട്ടിൽ അങ്ങനെ ഏതെങ്കിലും ഒരാൾ അങ്ങനെ ആയിക്കാണും. ഇപ്പോൾ കുറേ കാലമായിട്ട് കേട്ടോ, അങ്ങനെയല്ല, നിങ്ങളെ നാട്ടിലല്ല കേട്ടോ, ഭൂമി കച്ചവടമൊന്നും നടക്കണില്ല. അപ്പോൾ പരിചയമുള്ളൊരു ഭൂമി കച്ചവടം കാരണം കണ്ടപ്പോൾ മൂപ്പര് യാഥാർത്ഥ്യം പറയുന്ന ആളാണ്. അല്ല ഇപ്പം എന്തേ ഇപ്പോൾ ഭൂമി കച്ചവടമൊന്നും ഇല്ല, എന്തേ അതൊക്കെ പറ്റിച്ച് അവസാനം പടച്ചോനും ഇപ്പോൾ ഇത് മനസ്സിലായി തോന്നണെന്ന്.
അപ്പോൾ നിങ്ങളെല്ലാം പറയണേ നുണങ്ങനെ 100 നുണ അതിൻ്റെ അപ്പുറത്ത് ഹലോ 75 എവിടെ ഓൻ കോൾ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ ഇത് ഒന്നും പറ്റിച്ചല്ലാണ്ട് ഒക്കെ പറ്റിച്ച തന്നെയല്ലേ, പൊക്കം മുടങ്ങി കിടക്കുക, ഒന്നും നടക്കണില്ല. അപ്പോൾ അത് അയാൾക്ക് മനസ്സിലായത് കേട്ടോ, നിങ്ങളെ കാര്യമല്ല പറഞ്ഞത്. അപ്പോൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? നമ്മളുടെ മനഃശുദ്ധി എന്ന് പറയുമ്പോൾ ശരീരശുദ്ധിയും ആത്മശുദ്ധി. അത്ഹൂറു ശത്റുൽ ഈമാൻ, ശുദ്ധി ഈമാനിന്റെ പകുതിയാണ്. മാത്രമല്ല ഇപ്പോൾ ആധുനികതയിലെ നമ്മളെ മക്കൾ കല്യാണമൊക്കെ കഴിയുമ്പോൾ അവർക്ക് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കേണ്ടി വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാലുള്ള ജനാപത്തിനെ കുറിച്ചൊക്കെ മദ്രസയിൽ ചെറുപ്പത്തിൽ പഠിച്ചാൽ പിന്നെ ഒന്നും പഠിക്കണില്ല. അപ്പോൾ അത് പെൺകുട്ടിയെക്കുറിച്ചും ആൺകുട്ടിയെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇവിടെ ഇപ്പം അങ്ങനത്തെ കുട്ടികൾ ഇല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം? അതൊക്കെ ശരീഅത്ത് നിയമം പോലെ നമ്മൾ അതൊന്നും ഇപ്പോൾ അങ്ങനെ സുബൈക്ക് കുളിച്ചണമെന്നൊന്നുമില്ല. അതൊക്കെ ഇപ്പോൾ ആരോ പറഞ്ഞുണ്ടാക്കിയതല്ലേ? അല്ല, അതൊക്കെ ആത്മാവുമായി ബന്ധപ്പെട്ടതാണ് ശുദ്ധി പാലിക്കുക എന്നുള്ളത്.